ഇന്ത്യൻ പാനീയ വിപണിയിൽ വൻ നിശബ്ദ വിപ്ലവമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടക്കുന്നത്. കടുത്ത മദ്യത്തോടും കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകളോടും ഒരുപോലെ അകലം പാലിക്കുന്ന പുതിയ തലമുറയെ ആകർഷിക്കാൻ ആഗോള ദേശീയ ബ്രാൻഡുകൾ ഒന്നിച്ച് രംഗത്തിറങ്ങുന്ന കാഴ്ചയാണിത്. ഇതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഭീമനായ റിലയൻസ് ഇൻഡസ്ട്രീസ് ഈ മേഖലയിലേക്ക് ചുവടുവയ്ക്കുന്നു എന്ന വാർത്ത. NDTV പ്രോഫിറ്റ് പുറത്തുവിട്ട ഈ റിപ്പോർട്ട് ഇന്ത്യൻ വിപണിയിൽ മാത്രമല്ല, കേരളത്തിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥിതിയിലും വലിയൊരു കൊടുങ്കാറ്റാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. UDF സർക്കാരിൻ്റെ പുതിയ മദ്യനയവും ഫിനാൻസ് ബില്ലിലെ ഭേദഗതികളും വൻകിട കോർപ്പറേറ്റുകളെ സഹായിക്കാനാണെന്ന ഗുരുതരമായ അഴിമതി ആരോപണവുമായി മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് രംഗത്തെത്തിയതോടെയാണ് വിഷയം കേവലം ഒരു വാണിജ്യ വാർത്ത എന്നതിനപ്പുറം വലിയൊരു രാഷ്ട്രീയ പോരാട്ടമായി മാറിയത്. റിലയൻസിൻ്റെ പുതിയ വിപണി തന്ത്രവും ലോ ആൽക്കഹോൾ ട്രെൻഡും കൺസ്യൂമർ ഗുഡ്സ് മേഖലയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് വിപ്ലവം സൃഷ്ടിച്ച കമ്പനിയാണ് റിലയൻസ് കൺസ്യൂമർ പ്രൊഡക്ട്സ് ലിമിറ്റഡ്. 2022 മുതൽ തദ്ദേശീയ പാനീയ ബ്രാൻഡുകളെ ഏറ്റെടുത്തുകൊണ്ട് നോൺ ആൽക്കഹോളിക് വിപണിയിൽ അവർ ശക്തമായ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മാത്രം ക്യാമ്പ ബ്രാൻഡിലൂടെ 4700 കോടി രൂപയിലധികം റെക്കോർഡ് വിൽപ്പനയാണ് റിലയൻസ് നേടിയത്. നിലവിൽ ഇന്ത്യയിലെ 4ാമത്തെ വലിയ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക് ബ്രാൻഡാണിത്. ഈ വിജയത്തിന് പിന്നാലെയാണ് കമ്പനി വീര്യം കുറഞ്ഞ മദ്യവിപണിയിലേക്ക് കണ്ണുവെക്കുന്നത്. യുവാക്കളെയും പെൺകുട്ടികളെയും ലക്ഷ്യമിട്ട് റെഡി ടു ഡ്രിങ്ക് സോഫ്റ്റ് പാനീയങ്ങളാണ് റിലയൻസ് വിപണിയിലെത്തിക്കാൻ ഉദ്ദേശിക്കുന്നതും. സാധാരണ ബിയർ, വൈൻ എന്നിവയേക്കാൾ വീര്യം കുറഞ്ഞതും സോഷ്യൽ ഡ്രിങ്കിംഗ് അനുയോജ്യവുമായ ഇത്തരം പാനീയങ്ങൾക്ക് ഇന്ത്യയിൽ പ്രത്യേകിച്ചും മെട്രോ നഗരങ്ങളിൽ വലിയ വിപണിയുണ്ട്. തങ്ങളുടെ പ്രധാന എതിരാളികളായ വരുൺ ബെവറേജസിന് ശക്തമായ വെല്ലുവിളി ഉയർത്താനും ഇന്ത്യൻ പാനീയ വിപണിയിലെ അടുത്ത വലിയ ട്രെൻഡ് കൈപ്പിടിയിൽ ഒതുക്കാനും റിലയൻസ് ആഗ്രഹിക്കുന്നു. ഇതിനായി ഒരു പ്രമുഖ മദ്യ ഉൽപ്പാദന കമ്പനിയെ തന്നെ റിലയൻസ് ഏറ്റെടുത്തേക്കുമെന്നും സൂചനയുണ്ട്. എന്നാൽ ആൽക്കഹോൾ അടങ്ങിയ ഉൽപ്പന്നങ്ങളെയും അല്ലാത്തവയും വേർതിരിച്ചു നിർത്താൻ കമ്പനി ആഗ്രഹിക്കുന്നതിനാൽ പുതിയ വീര്യം കുറഞ്ഞ മദ്യങ്ങൾ ക്യാമ്പ എന്ന ബ്രാൻഡിലായിരിക്കില്ല പുറത്തിറക്കുക. കൂടാതെ മദ്യത്തിൻ്റെ ഉൽപ്പാദനവും വിതരണവും അതാത് സംസ്ഥാന സർക്കാരുകളുടെ പരിധിയിൽ വരുന്നതിനാൽ ആദ്യഘട്ടത്തിൽ മദ്യനിരോധനം ഇല്ലാത്തതും അനുകൂലവുമായ നിയമങ്ങൾ ഉള്ളതുമായ സംസ്ഥാനങ്ങളിലായിരിക്കും റിലയൻസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. റിലയൻസിൻ്റെ ഈ ആഗോള വിപണി പ്രവേശനത്തെ കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ബന്ധിപ്പിച്ചാണ് മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് രംഗത്തെത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ UDF സർക്കാരും മുഖ്യമന്ത്രി VD സതീശനും വലിയ കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾക്ക് വഴിയൊരുക്കാനാണ് ഫിനാൻസ് ബില്ലിലൂടെ ധൃതി പിടിച്ച ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ആരോപണം. തോമസ് ഐസക്കിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ പ്രധാന വിമർശനം ഇതായിരുന്നു: മുഖ്യമന്ത്രി സതീശൻ പിടിച്ചത് നെത്തോലി കുഞ്ഞിനെയല്ല, ബക്കാഡിയും മറ്റും പോലുള്ള ഡിസ്റ്റിലറികളെ മാത്രമല്ല വീര്യം കുറഞ്ഞ മദ്യങ്ങളുമായി രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത്. റിലയൻസ് കമ്പനിയും വീര്യം കുറഞ്ഞ പാനീയങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ ഇപ്പോഴത്തെ നീക്കങ്ങളെ വിലയിരുത്തേണ്ടതും. മുൻ LDF സർക്കാരിൻ്റെ കാലത്ത് അന്താരാഷ്ട്ര മദ്യക്കമ്പനിയായ ബക്കാഡി ഇത്തരത്തിലുള്ള വീര്യം കുറഞ്ഞ മദ്യങ്ങൾ കേരളത്തിൽ വിൽക്കുന്നതിനായി അനുമതി തേടി അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ അന്ന് സംസ്ഥാന GST വകുപ്പ് അത് കർശനമായി തള്ളിക്കളയുകയായിരുന്നു. കേരളത്തിൽ നികുതി നിശ്ചയിച്ചിട്ടുള്ളത് ഹോർട്ടി വൈനിന് മാത്രമാണ്. വീര്യം കുറഞ്ഞ വൈനും ബിയറും അല്ലാത്ത മദ്യങ്ങളെ ചട്ടങ്ങളിൽ നിർവചിച്ചിട്ടുണ്ടെങ്കിലും അവയുടെ നികുതി നിരക്ക് തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് അനുവാദം നൽകാനാകില്ല എന്നതായിരുന്നു LDF സർക്കാരിൻ്റെ സുതാര്യമായ നിലപാടെന്ന് ഐസക് അവകാശപ്പെടുന്നു. എന്നാൽ നിലവിലെ മുഖ്യമന്ത്രി VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഫിനാൻസ് ബില്ലിലൂടെ ഇത്തരം മദ്യങ്ങൾക്കുള്ള നികുതി നിരക്കുകൾ ഉൾപ്പെടുത്താൻ കടുത്ത വാശി കാണിക്കുകയാണ്. നയപരമായി തീരുമാനമെടുത്തതിനു ശേഷമേ വിൽപ്പന അനുവദിക്കൂ എന്ന് പുറമെ പറയുമ്പോഴും ഫിനാൻസ് ആക്ടിൽ ഈ നിരക്കുകൾ ഒരിക്കൽ അംഗീകരിക്കപ്പെട്ടാൽ പിന്നീട് നിയമപരമായ ആനുകൂല്യം ചൂണ്ടിക്കാട്ടി ബക്കാഡിക്കും റിലയൻസിനുമെല്ലാം തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ സുഗമമായി വിൽക്കാൻ സാധിക്കുമെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കോർപ്പറേറ്റ് പ്രവേശനവും നിയമ ഭേദഗതിയും കേരളത്തിലെ തദ്ദേശീയ കർഷകർക്ക് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. UDFൻ്റെ തന്നെ തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിലടക്കം വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒന്നാണ് പ്ലാന്റേഷനുകളിലും പുരയിടങ്ങളിലും ഫലവൃക്ഷങ്ങൾ കൃഷി ചെയ്യുന്ന പദ്ധതി. കേരളത്തിലെ നാനാജാതി ഫലവർഗ്ഗങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ പാനീയങ്ങളും ഹോർട്ടി വൈനുകളും പ്രാദേശികമായി നിർമ്മിക്കുന്നത് കർഷകരുടെ വരുമാനം വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുമായിരുന്നു. മുൻപ് ജാതിക്കയുടെ തോടുകൊണ്ട് നിർമ്മിക്കുന്ന വൈൻ ജാതി കൃഷിക്കാർക്ക് വലിയ ലാഭമുണ്ടാക്കി കൊടുത്ത അനുഭവങ്ങളുണ്ട്.
എന്നാൽ അന്താരാഷ്ട്ര ബ്രാൻഡുകളായ ബക്കാഡിയും ഇന്ത്യൻ കോർപ്പറേറ്റ് ഭീമനായ റിലയൻസും തങ്ങളുടെ വൻകിട നിർമ്മാണശാലകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കുറഞ്ഞ വിലയിലുള്ള ഫ്ലേവേർഡ് ഡ്രിങ്കുകളുമായി വിപണിയിലെത്തിയാൽ കേരളത്തിലെ ചെറുകിട കർഷകർക്കും സഹകരണ സംഘങ്ങൾക്കും അവരോട് മത്സരിച്ച് നിൽക്കാൻ കഴിയില്ല. കർഷകരെ സഹായിക്കുന്ന തദ്ദേശീയ പദ്ധതികളെ തകർത്ത് കോർപ്പറേറ്റുകൾക്ക് പരവതാനി വിരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന വികാരമാണ് ഇതോടെ ശക്തമാകുന്നത്. ചുരുക്കത്തിൽ റിലയൻസിന്റെ ലോ ആൽക്കഹോൾ മദ്യവിപണിയിലേക്കുള്ള പ്രവേശന വാർത്ത കേരളത്തിലെ രാഷ്ട്രീയ അടിയൊഴുക്കുകളെ പൂർണ്ണമായി മാറ്റിമറിച്ചിരിക്കുകയാണ്. ഒരു വശത്ത് രാജ്യത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ശക്തികളുടെ വാണിജ്യ താൽപ്പര്യങ്ങളും മറുവശത്ത് സംസ്ഥാനത്തെ തദ്ദേശീയ കർഷകരുടെ അതിജീവനവും തമ്മിലുള്ള പോരാട്ടമായി ഇത് ചിത്രീകരിക്കപ്പെടുന്നു. ഫിനാൻസ് ബില്ലിലെ നികുതി നിർണയത്തെ ചൊല്ലിയുള്ള ഈ തർക്കം വരും ദിവസങ്ങളിൽ നിയമസഭയ്ക്കുള്ളിലും പുറത്തും വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾക്ക് കാരണമാകുമെന്നതിൽ തർക്കമില്ല.